ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സൗമ്യ അനീഷ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അടിപൊളി ഓറഞ്ച് പുഡിംഗ് ആണ്. അത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ കിച്ചണിലേക്ക് പോവാം. ഓറഞ്ച് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് വേണം. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിൽ വെച്ചിട്ടാണ് ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതേ പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഓറഞ്ച് പുഡിംഗ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്ന ടൈമിൽ പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു പാനിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ജ്യൂസിന് നല്ല മധുരമുണ്ട്, അത് കാരണമാണ് 3 ടീസ്പൂൺ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പൊടിക്കാനൊന്നും പോയില്ല, പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. കട്ട കെട്ടരുത്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് തന്നെ കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഇതിൻ്റെ ചൂട് ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റായി കിട്ടുന്നതിനുള്ളിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഓറഞ്ചിൻ്റെ എസൻസ് കൂടി ചേർക്കുന്നുണ്ട്.
ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്തിട്ട് വരാം. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റാവുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായി കിട്ടി. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.